നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 64. പ്രതിവിഷയം പ്രതിബന്ധമേറി മേവുന്നിതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദസ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നതിനില്ല നീതിഹാനി. മനസ്സ് ഒരിക്കലും വെറുതെ ഇരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഇന്ദ്രിയമാകുന്ന കിളിവാതിലിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും ചെയ്താൽ ആ വിഷയങ്ങളോട് സംബന്ധമുള്ള ഓർമ്മകൾ മനസ്സിൽ പൊന്തി വരും. ഓർമ്മകൾ ഒറ്റ തിരിഞ്ഞു നിൽക്കുകയല്ല, അവ കുലകുലയായി കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ്. ഓർമ്മകൾ പോലെ സജീവമാണ് കൽപ്പനകൾ. രണ്ടും കൂടി ചേർന്നാൽ പിന്നെ പറയേണ്ടതില്ല. ഒരിക്കൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വേദന, ഭയം, കുറ്റബോധം, അപമാനം, അതുപോലെ തന്നെ ഐന്ദ്രികമായ സുഖാസ്വാദനം, ഇവ കൊണ്ടെല്ലാം ഓർമ്മകൾ നിറം പിടിച്ചു കിടക്കുകയാണ്. അവയെല്ലാം എപ്പോൾ ഉണർന്നു വന്ന് മനസ്സിനെ എങ്ങോട്ട് വലിച്ചിഴച്ച് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൂടാ. എപ്പോഴെങ്കിലും ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഓർത്ത് വ്യാകുലപ്പെടുക സാധാരണമാണ്. അല്ലെങ്കിൽ വേറൊരാൾ കാണിച്ച അനീതിയെപ്പറ്റിയുള്ള അസഹ്യമായ പ്രതിഷേധം തികട്ടി വരുന്നുണ്ടാവും. ഒരിക്കൽ ലഭിച്ചിരുന്ന സുഖാസ്വാദനത്തിൻ്റെ ഓർമ്മ വീണ്ടും വരുമ്പോൾ അത് നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ചെന്നും വരാം. അല്ലെങ്കിൽ അതിനെയും ലഭിക്കുവാനിടയില്ലെന്നോർത്ത് ദുഃഖിക്കാനുമിടയുണ്ട്. പിന്നിലേക്ക് ഓടിപ്പോകുന്ന ഓർമ്മയുടെ പ്രതിധ്വനി പോലെയാണ് ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന കൽപ്പന ദിവാസ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ഓർമ്മകൾ തന്നെ നടുവിലിരുന്നു കൊണ്ട് ഭൂതകാല സ്മരണയായ വിലാപത്തെയും ഭാവിയെ സംബന്ധിക്കുന്ന ചിന്തയെയും അനവരതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ വിഷയത്തെയും ഇപ്രകാരം നമ്മുടെ മനസ്സിൽ ബന്ധിപ്പിച്ചിടുന്ന സ്മൃതിയെ നാം സ്മരണ എന്നാണല്ലോ പറയുന്നത്. സ്മരൻ എന്ന് പറയുന്നത് കാമദേവന്റെ വേറൊരു പേരാണെന്ന് കൂടി ഇത്തരുണത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അന്ധക്കരണവൃത്തിയെ ചിത്തവൃത്തി എന്ന് വിളിക്കുന്നതിൽ നിന്നും മനസ്സിനേക്കാളും ബുദ്ധിയേക്കാളും അഹങ്കാരത്തെക്കാളും ചിത്തത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കാം. ചിത്തത്തിൻ്റെ ലക്ഷണം അനുസ്മരണമാണ്. ശിവനെ സ്മരഹരൻ എന്ന് വിളിച്ചു പോരുന്നതും ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് കൊള്ളാം. 69, 70 എന്നീ ശ്ലോകങ്ങൾ ധ്യാനത്തിനായി എടുക്കുമ്പോൾ ഇതിൻ്റെ പ്രസക്തി കൂടുതലായി മനസ്സിലാക്കാവുന്നതാണ്. സ്മരണ എന്നതും വാസന എന്നതും ഒന്നു തന്നെയാണ്. വാസന ബീജരൂപത്തിലിരിക്കുന്നു. സ്മരണ അതിൻ്റെ അങ്കുരമായി പ്രത്യക്ഷപ്പെടുന്നു. സംസ്കാരത്തിൻ്റെ ആവിർഭാവം എങ്ങനെയെന്ന് കാണിക്കുന്നതിനായി പാവ്ലോവ് എന്ന റഷ്യൻ ശരീരശാസ്ത്രജ്ഞൻ ഒരു നായയ്ക്ക് ആഹാരം കൊടുത്തപ്പോഴെല്ലാം ഒരു മണിയടിക്കുക കൂടി ചെയ്തു. പിന്നീട് ആഹാരം കൊടുക്കാതെ മണിയടിച്ചാലും നായുടെ വായിൽ ധാരാളമായി ഉമിനീര് ഊറുമെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. പിൽക്കാലത്ത് ഇത് മനഃശാസ്ത്രജ്ഞന്മാർക്ക് സുപ്രധാനമായ ഒരു ശാസ്ത്രസത്യമായി തീർന്നു.
ഇതിനെ കണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് വിളിച്ചു പോരുന്നു. എണ്ണമറ്റ ഭോഗവിഷയങ്ങളിലേക്ക് ബലാത്കാരേണ നമ്മെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ ഈ മാതിരി സംസ്കാരങ്ങൾ ഇടയാക്കുന്നു. ആ മാതിരി സ്മൃതികളെ ഒഴിവാക്കുന്നത് കൊണ്ടുതന്നെ മനഃശാന്തി ഉണ്ടാകും. ഓരോ അനുഭവവും മനസ്സിൽ അതിൻ്റെ നിഴൽ വീഴ്ത്തുന്നു. അതൊരു ഓർമ്മയായി മാറുന്നതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഒരേ സംസ്കാരം തന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ അത് ശാശ്വതമായ ഒരു വാസനയായി മാറുന്നു. ഹ്രസ്വകാല സ്മരണയെയും ദീർഘകാല സ്മരണയെയും ആധുനിക മനഃശാസ്ത്രത്തിൽ വൈദ്യുത ഘനീകരണമെന്നും ഇലക്ട്രിക്കലി കൺസോളിഡേറ്റഡ്, രാസഘനീകരണമെന്നും കെമിക്കലി കൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞു പോരുന്നു. പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു ജീവിതകാലത്തു മാത്രം ഉണ്ടാകുന്ന ഓർമ്മകളെ പറ്റിയാണ്. ഭാരതീയർ വാസന എന്ന് പറയുന്നത് അനേകം ജീവിതകാലങ്ങളിലെ ഓർമ്മകളുടെ സൂക്ഷ്മഭാവം ഓർമ്മയിൽ ഒളിഞ്ഞു കിടക്കുന്നതിനെയാണ്. ഒരു തരത്തിൽ ജീവിതം എന്ന് പറയുന്നത് തന്നെ വാസനയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു വന്ന് കാമപൂരണത്തിനായി എണ്ണമറ്റ കർമ്മങ്ങളിൽ വ്യാപൃതമാകുന്ന ഒരു ത്വരയാണെന്ന് പറയാം. കാമത്തിന് പ്രതിവിധിയായിട്ടുള്ളത് ശിവതത്വമാണ്. കാമനെ ചുടുവാനുള്ള തിരുനിടിലച്ചുടുതി ശിവപെരുമാന്റെ മൂന്നാമത്തെ കണ്ണിലുണ്ടെന്ന് പറഞ്ഞു പോരുന്നു. ഞാൻ തന്നെ ശിവൻ എന്ന അതിവിശദ സ്മൃതി ഉണ്ടായാൽ അതുതന്നെ മറ്റു സംസ്കാരങ്ങളെയെല്ലാം ഭസ്മീകരിക്കും. ആധുനിക ശാസ്ത്രം മനുഷ്യസ്മരണയെ കുറെ കൂടി പ്രാകൃതമായ ഹോമോ ഹാബിലിസിലേക്കും അതിനെ പിന്നോക്കം കൊണ്ടുപോയി ജാഡ്യമായ ബാക്ടീരിയയുടെ സ്മരണയിലേക്കും കുറെ കൂടി ജാഡ്യമായ വൈറസിലേക്കും കൊണ്ടുപോകുന്നു. എന്നാൽ ഭാരതീയ ദർശനം നമ്മുടെ സ്മരണയുടെ ഉൽപ്പത്തിയെ ആദിപരാശക്തിയിൽ കണ്ടെത്തുന്നു. സ്വസ്വരൂപം മറന്നു പോവുകയാലാണ് നമ്മുടെ സ്മരണ ഭ്രാന്തിയിൽ കലാശിക്കുവാനിടയായത്. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിഞ്ഞു കിട്ടുമെന്ന് ഗുരു ഇവിടെ ഉപദേശിച്ചിരിക്കുന്നു. ആ ഓർമ്മ അനേകം ലൗകികമായ ഓർമ്മകളുടെ അടിയിൽ മറഞ്ഞു കിടക്കുകയാണ്. അതിനെ ഉണർത്തിയാൽ എല്ലാം ശുഭമായി.